ഈ എക്സിറ്റ് പോളുകളുടെ ഫലം ഏതാണ്ട് ശരിയാവുന്നു എന്ന് വിചാരിക്കുക. ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 350 സീറ്റിനടുത്ത് ഏതാണ്ട് എല്ലാ സർവേകളും എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. അത് ശരിയാവുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ RSS, BJP, പേരുള്ളതും ഇല്ലാത്തതുമായ പരിവാർ സംഘടനകൾ, NDAയിലെ പ്രത്യക്ഷത്തിലുള്ളതും പരോക്ഷത്തിലുള്ളതുമായ ഘടകകക്ഷികൾ, സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ, ഇൻകം ടാക്സ്, ED, CBI എന്ന് തുടങ്ങി വിവിധ അന്വേഷണ ഏജൻസികൾ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറിയിലെ മുഴുവനല്ല ഞാൻ പറയുന്നത്, ജുഡീഷ്യറിയുടെ നേരിട്ടോ നേരിട്ടല്ലാതെയുള്ള ചില സഹായങ്ങൾ, പിന്നെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പക്ഷത്ത് നിന്നതിന് ശേഷവും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 350 സീറ്റിലേക്ക് അവർ എത്തുന്നുള്ളൂ എങ്കിൽ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്കിനിയും പ്രതീക്ഷിക്കാം എന്ന് കരുതണം. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ ബാംഗ്ലൂർ കലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള ഒരു ഫോക്കസ് ഡിസ്കഷൻ അവർ വെച്ചിരുന്നു. അതിൽ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന അശോക് ലവാസ അദ്ദേഹം ഒരു അരമണിക്കൂറിന്റെ പ്രസന്റേഷൻ നടത്തുന്നുണ്ടായി. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള അവരുടെ വോട്ടപ്പിസുകളും അവരുടെ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ് അതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അരമണിക്കൂർ പ്രസന്റേഷൻ നടത്തുന്നുണ്ടായി. അത് അദ്ദേഹം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായിരുന്ന ജാബിർ നിയാന്താദും ബിഷൻ സിംഗ് ബേദിയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ജാബിർ നിയാന്താദ് ഇന്ത്യൻ ടീമിലുള്ള ഒരു 4 ക്രിക്കറ്റേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് ഈ 4 പേരും കൂടെ പാകിസ്ഥാനിന്റെ ടീം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തെ ഏത് ടീമിനെയും എനിക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് ജാബിർ നിയാന്താദ് ബിഷൻ സിംഗ് ബേദിയോട് പറഞ്ഞപ്പോൾ ബിഷൻ സിംഗ് ബേദി തിരിച്ചു പറഞ്ഞത്, എനിക്ക് അങ്ങനെ പാകിസ്ഥാൻ ടീമിലെ കളിക്കാരൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഒരു പാകിസ്ഥാൻ എന്നുള്ളൊരു 4 അമ്പയർമാരെ എനിക്ക് അയച്ചു തന്നാൽ ആ അമ്പയർമാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തെ ഏത് ടീമിനെയും എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് ബിഷൻ സിംഗ് ബേദി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലവാസ ഇത് പറഞ്ഞത് ഉദാഹരണമായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അമ്പയർമാർ ആകേണ്ട ഇലക്ഷൻ കമ്മീഷൻ അത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവര് പക്ഷം പിടിച്ചിട്ടാണ് ബാറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കളിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ലവാസ അത് പറഞ്ഞത്. അപ്പൊ ഞാനും ഈ ഒരു ഫൈനൽ ക്ലോഷറിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ യോഗേന്ദ്ര യാദവുമായിട്ട് നമ്മൾ ആയിരത്തിന് പ്രസ്ഥാന സ്കീം വേണ്ടി നടത്തിയിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ യോഗേന്ദ്ര യാദവ് വളരെ സവിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു ഇലക്ഷൻ കമ്മീഷണർ വളരെ ദുരൂഹത നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു രാജിവെച്ചതിനെ പറ്റി യോഗേന്ദ്ര യാദവ് സൂചിപ്പിക്കുന്നുണ്ടായി. അതെന്താണ് ആ രാജിക്ക് പിന്നിൽ ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണമുണ്ടായിട്ടില്ല, മറ്റു തലങ്ങളിൽ നിന്നും വിശദീകരണം. ഇപ്പൊ എന്താണ്, എന്ത് തരത്തിലുള്ള യോഗേന്ദ്ര യാദവ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ള സംശയം എന്താ വെച്ചാൽ, എന്തോ തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ, ഒരു വലിയ കൂടിയ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം മിക്കവാറും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇപ്പോ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ EVMന്റെ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ വർദ്ധിച്ചിട്ടുള്ള ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് EVM ഡിപ്ലോയ് ചെയ്യപ്പെടാത്തതിന്റെ കാര്യം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നത്. ഇപ്പൊ അശോക് ലവാസ പറഞ്ഞു വെച്ചാൽ, അദ്ദേഹമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സമയത്ത് ഒരു ചോദ്യം ഇലക്ഷൻ കമ്മീഷന് ഇമെയിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ PRO ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് മെസ്സേജ് അയച്ചാലും മെയിലുകൾ അയച്ചാലും മറുപടി കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് ട്രാൻസ്പെറൻസി ഒട്ടുമില്ലാത്തൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ലവാസ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ കാണാൻ വേണ്ടി. ഈ യഥാർത്ഥ വെബ്സൈറ്റുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് പോളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ കൂടെ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള, കർണാടകം പോലെയുള്ള നമുക്ക് അടുത്തറിയാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എക്സിറ്റ് പോളുകൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ
ഇതിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം കാര്യങ്ങൾ കാണാൻ എന്നാണ് എനിക്ക്